बहुत से सूचनाएं दी उन्होंने, बहुत से जानकारी दी, लेकिन रक्षा मंत्री होने के नाते ये नहीं कहा कि पहलगाम में दहशतगर्द कैसे आए। ये नहीं कहा कि बेसारन में जहां पर 1000 लोग जाते हैं, खुशियां मनाते हैं, कैसे 5 दहशतगर्द वहां पर जाकर 26 लोगों की गोलियों से छलनी करते हैं। ये सूचना रक्षा मंत्री ने नहीं दी। यही है सूचना का युद्ध। പാർലമെന്റിൽ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂരിൽ മാരത്തോൺ ചർച്ച നടന്നു. വൈറലായ ഗൗരവ് ഗഗോയുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ മലയാളം പരിഭാഷയാണിത്. പഹൽഗാമിൽ ആക്രമണത്തിന് ശേഷം പോലീസിനെ കൂടാതെ ആർമി വന്നപ്പോൾ അവർ നടന്നാണ് വന്നത്. സർ, ആ കാഴ്ച എനിക്കിന്നും മറക്കാനായിട്ടില്ല. ഒരമ്മയും മകളും നടന്ന് താഴേക്ക് വരികയാണ്. ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ കണ്ടവർ പേടിച്ച് കരയാൻ തുടങ്ങി. അത് സന്തോഷം കൊണ്ടല്ല, പേടിച്ചിട്ടാണ്. കാരണം പട്ടാളക്കാരുടെ യൂണിഫോം അണിഞ്ഞാണ് ദേശദ്രോഹികൾ ജനങ്ങളെ കൊന്നൊടുക്കിയത്. അതേ ദേശദ്രോഹികൾ അവരെ കാത്ത് താഴ്വരയിൽ നിൽക്കുകയാണെന്നാണ് ആ അമ്മയും മകളും കരുതിയത്. അവസാനം താൻ ഭാരതീയനാണെന്ന് ആ പട്ടാളക്കാരന് വിളിച്ചു പറയേണ്ടി വന്നു. നിങ്ങൾ പേടിക്കരുത്, ഞാൻ ഇന്ത്യൻ സൈനികനാണ്, നിങ്ങളിപ്പോൾ സുരക്ഷിതനാണെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അപ്പോൾ അവർ അനുഭവിച്ച ആ പരിഭ്രാന്തി, ആ ഭയം, അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട രാജ്നാഥ് സിംഗ് ജി എന്തെങ്കിലും ഒന്ന് താങ്കൾ ഇവിടെ പറയണമായിരുന്നു. ഒരൊറ്റ വാക്കെങ്കിലും താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാമായിരുന്നു. അത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്, പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അവിടെ പോകുന്നു, വളരെ മികച്ച സുരക്ഷാ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, തീവ്രവാദത്തിന്റെ നട്ടെല്ല് തകർത്തെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ അപ്പോഴും ഉറി സംഭവിക്കുന്നു, അപ്പോഴും പുൽവാമയും പഹൽഗാമും ഉണ്ടാകുന്നു. അവസാനം ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറോ? അല്ല. അഥവാ ഈ ആക്രമണങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ആഭ്യന്തരമന്ത്രിയാണ്. താങ്കളാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം താങ്കൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ലഫ്റ്റനന്റ് ഗവർണറുടെ പിറകിൽ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാനാവില്ല. കാരണം ആക്രമണത്തിന് മുമ്പ് ആഭ്യന്തരമന്ത്രി കുറച്ചാഴ്ചകൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മന്ത്രി നേരിട്ടാണ് റിവ്യൂ ചെയ്തത്. അപ്പോഴെന്തേ താങ്കളുടെ പക്കൽ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലേ? ഈ സർക്കാർ ഇത്രയ്ക്കും ദുർബലവും ഭീരുവുമായത് എങ്ങനെയാണ്? കാരണം ഇന്നവർ ആർക്കെങ്കിലും നേരെ കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അത് ടൂർ ഓപ്പറേറ്റർമാർക്ക് നേരെയാണ്. അവിടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് അനുവാദമില്ലാതെ, ലൈസൻസ് ഇല്ലാതെ വിനോദസഞ്ചാരികളെ ബൈസാരൻ വാലിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് സർക്കാർ പറയുന്ന ന്യായീകരണം. ഇതാണോ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് വളരെ സങ്കടമുള്ള കാര്യമാണ്. നമ്മുടെ സർക്കാരിന് എവിടെയോ ഒരു അഹങ്കാരം പിടികൂടിയിരിക്കുന്നു. ഇന്റലിജൻസ്, സുരക്ഷ എന്നിവയുടെ എല്ലാ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന, അവയിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ഒരു പക്ഷേ തോന്നലുണ്ടായിട്ടുണ്ടാകാം, എത്ര വലിയ കുറ്റമാണെങ്കിലും അവരോട് ആരും ചോദിക്കാൻ വരില്ലെന്നൊരു അഹങ്കാരം. പക്ഷെ ഇന്ന് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിജി, അന്ന് താങ്കൾ സൗദി അറേബ്യയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ താങ്കളുടെ ആദ്യത്തെ ധാർമ്മിക ഉത്തരവാദിത്തം എന്തായിരിക്കണമായിരുന്നു? താങ്കൾ പഹൽഗാമിൽ പോകണമായിരുന്നു. പക്ഷെ താങ്കൾ പഹൽഗാമിൽ പോകാതെ നേരെ പോയത് ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്കാണ്. അവിടെ തിരഞ്ഞെടുപ്പ് പ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ മുഖ്യൻ സൗദി അറേബ്യയിലായിരുന്നു. മുഴുവൻ പരിപാടിയും റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നുവെങ്കിലും പഹൽഗാമിൽ പോകാതെ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് പ്രസംഗിച്ചത്. പഹൽഗാമിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പഹൽഗ്രാമിൽ മരിച്ചു വീണവരെ രക്തസാക്ഷികളെന്ന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി മാത്രമാണ്. രാഹുൽ ഗാന്ധി ബദാമിയിലെ കന്റോൺമെന്റിൽ പോയി. അപ്പോഴേക്കും സഭയങ്ങ് ഭയങ്കര പ്രക്ഷുബ്ധമായി അടിപിടി ബഹളമൊക്കെ നടക്കുകയാണ്. സഭയെ ശാന്തമാക്കാൻ ആവശ്യപ്പെട്ട ഗൊഗോയിയോട് സഭയിൽ കള്ളം പറയരുതെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹം പിന്നെയും സംസാരം തുടരുന്നു. ഇനി പറയാനുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. ഇന്ന് രാജ്നാഥ് സിംഗ് സഭയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹം ഏത് സമയത്തെ കാര്യമാണ് തുറന്നു കാട്ടുന്നതെന്ന് മനസ്സിലായില്ല. 2016 അദ്ദേഹം പറഞ്ഞത് ഇതുതന്നെയല്ലേ? പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി അവരുടെ തീവ്രവാദം ഇല്ലാതാക്കുമെന്ന് അന്ന് പറഞ്ഞത് തന്നെയല്ലേ ഇന്നും പറയുന്നത്? അതേ വാക്കുകൾ പുൽവാമയ്ക്ക് ശേഷം പറഞ്ഞു. അതുതന്നെ ഇന്ന് വീണ്ടും പറയുന്നു. ഇപ്പോൾ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന്. എന്നിട്ട് വേണം അതിന്റെ പേരിൽ പാകിസ്ഥാനെ വീണ്ടും ആക്രമിക്കാൻ. നിങ്ങൾ സ്വയം പറയുന്നത് പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിക്കുമെന്നാണ്. എങ്കിൽ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമ്മൾ എന്താണ് നേടിയത്? നമ്മുടെ രീതി യുദ്ധത്തിൻ്റെതല്ലെന്നാണ് സർക്കാർ പറയുന്നത്. എങ്കിൽ പിന്നെ എന്തായിരുന്നു നമ്മുടെ രീതി? അത് യുദ്ധമാവേണ്ടതായിരുന്നില്ലേ?
നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഭൂമി കയ്യേറ്റമായിരുന്നില്ല തങ്ങളുടെ ലക്ഷ്യമെന്നാണ്. പിന്നെ എന്താണ് പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ അഥവാ ഇന്ന് നേടിയില്ലെങ്കിൽ പിന്നെ എന്നാണ് നാം അത് സ്വന്തമാക്കുന്നത്? നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം പാകിസ്ഥാന്റെ തീവ്രവാദം ഇല്ലാതാക്കുകയാണെന്നാണ്. ഉറിയുടെ സമയത്തും പുൽവാമയുടെ സമയത്തും നാം ഇതുതന്നെയല്ലേ ചെയ്തത്? എന്നിട്ടും തിരികെ വന്ന് പാകിസ്ഥാന്റെ ധൈര്യം അപാരം തന്നെ. പഹൽഗാമിൽ നടന്നത് നമ്മുടെ പൗരന്മാരോട് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ നടക്കുന്ന ഏറ്റവും സങ്കടകരമായ ഒരു ആക്രമണമായിരുന്നു. അത് നിങ്ങളുടെ സമയത്താണ് നടന്നത്. നിങ്ങളുടെ സമയത്താണ് ഉറി ആക്രമണം ഉണ്ടായത്, പുൽവാമ ഉണ്ടായത്, ഇപ്പോൾ പഹൽഗാം ഉണ്ടായത്. പഹൽഗാമിനെ കുറിച്ചുള്ള സത്യം പുറത്തു വരണം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സത്യവും പുറത്തു വരണം. വിദേശ നയത്തിന്റെ യാഥാർത്ഥ്യവും അറിയേണ്ടതുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് രാജ്നാഥ് സിംഗിന്റെ പ്രസംഗത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. വളരെയധികം വിശദമായി തന്നെ അദ്ദേഹം സഭയിൽ സംസാരിച്ചു. പക്ഷെ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ പഹൽഗാമിൽ ഈ ദേശദ്രോഹികൾ എങ്ങനെ കടന്നുകൂടി എന്നത് മാത്രം പറഞ്ഞില്ല. ബൈസാറിനിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഉള്ള സമയത്ത് വെറും 5 പേർ അവിടെ എത്തി 26 പേരുടെ ജീവൻ എടുത്തത് എങ്ങനെയെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല. ഇതാണ് വിവരങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ കർത്തവ്യം ചോദ്യങ്ങൾ ചോദിക്കലാണ്. രാഷ്ട്രത്തിന്റെ നല്ലതിനായി ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ആ 5 ദേശദ്രോഹികൾ അവിടെ എത്തിയത്? പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ എത്തിയ അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം ഇത്ര മാത്രമായിരുന്നു: ജമ്മു കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക, ഒരു വർഗീയ അന്തരീക്ഷം ഒരു രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു കൂട്ടിച്ചേർക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ സാർ, ഇന്നെനിക്ക് വളരെ ദുഃഖമുണ്ട്. നമ്മുടെ രാജ്യത്തെ സൈനികരെ കുറിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞെങ്കിലും പാകിസ്ഥാനിലെ ദേശദ്രോഹികളെ തുരത്താൻ ഒന്നിച്ചു നിന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും കൂടിയാണ്. ബൈസാരനിൽ ദൂരദേശങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെ എങ്ങനെയാണ് കാശ്മീരികൾ സഹായിച്ചു നിന്നത് നാം കണ്ടതാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ എങ്ങനെയാണ് കശ്മീരി സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞതെന്ന് നാം കണ്ടതാണ്. ഭർത്താവിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് സഹിക്കാനാവില്ലെന്നും അദ്ദേഹത്തിന്റെ ശവത്തെ വെച്ച് ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കുന്ന രാഷ്ട്രീയം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിധവയായ ഹിമാൻഷി നർവാൾ പറഞ്ഞതും നാം കേട്ടതാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം. അതാണ് പാകിസ്ഥാനുള്ള പാഠവും. ഇന്നലെ സഭയിൽ ഒരുപാട് പേര് പ്രസംഗിച്ചു. നമ്മുടെ മലയാളികളായ പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ഷാഫി പറമ്പിലൊക്കെ പ്രസംഗിച്ചെങ്കിലും ഈ പ്രസംഗമാണ് ഇന്നലെ ട്വിറ്ററിലൊക്കെ ഭയങ്കര വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്. श्री गौरव गोगोई, सच्चाई पहलगाम की आनी चाहिए, सच्चाई ऑपरेशन सिंदूर की आनी चाहिए, सच्चाई विदेश नीति की आनी चाहिए। और यही आज हमने सूचना का जो युद्ध की बात हम कर रहे हैं, वो आज हमने आदरणीय राजनाथ सिंह के भाषण में सुना। बहुत से सूचनाएं दी उन्होंने, बहुत से जानकारी दी, लेकिन रक्षा मंत्री होने के नाते ये नहीं कहा कि पहलगाम में दहशतगर्द कैसे आए, कि बेसारन में जहां पर 1000 लोग जाते हैं, खुशियां मनाते हैं, कैसे 5 दहशतगर्द वहां पर जाकर 26 लोगों की गोलियों से छलनी करते हैं। ये सूचना रक्षा मंत्री ने नहीं दी। यही है सूचना का युद्ध। और आज ये है हमारे विपक्ष का कर्तव्य कि हम सवाल पूछेंगे देश हित में, राष्ट्र हित में। वो 5 दहशतगर्द कैसे घुसे? पाकिस्तान से आए हुए वो दहशतगर्दों का क्या मकसद था? उनका मकसद था कि जम्मू कश्मीर की अर्थव्यवस्था को तनाव करना, विनाश करना। उनका मकसद था कि भारत देश में एक सांप्रदायिक वातावरण का जन्म देना। उनका मकसद यह था कि भारत और पाकिस्तान का एक हाइफिनेशन होना, यह था उनका मकसद। लेकिन सर, मुझे दुख है कि आज राजनाथ सिंह जी ने सैनिकों की बात तो की, लेकिन जो हमारे भारत की जो आवाम है, जो जनता है, जो उन्होंने पाकिस्तान के दहशतगर्दों का पूरी जो मंशा है उस पर उन्होंने पूरा नकारा। और हम एकजुट रहे। हम मुझे भारतीय होने का गर्व है। हमने देखा वैसारन में कि किस प्रकार से जम्मू और कश्मीर के लोगों ने पूरे देश भर से आए हुए जितने भी पर्यटक थे उनकी मदद की। हमने ये देखा कि किस प्रकार से देश भर के जो पर्यटक जो जम्मू कश्मीर में थे उन्होंने अपने जम्मू कश्मीर के भाइयों को धन्यवाद दिया। हमने ये भी देखा कि कैसी एक विधवा हिमांशी नरवाल ने कहा कि मैं नहीं चाहती कि मेरे जो पति
जिसको लेके आज राजनीति हो रही है, उसके शव पर देश में हिंदू मुसलमान की राजनीति हो, मैं नहीं चाहता। यह है हमारे देश की संस्कृति और यह था मंशा पाकिस्तान।